എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ചാലിയാർ പഞ്ചായത്തിൽ വയോജന ഗ്രാമസഭ ചേർന്നു. ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനം. വയോജനങ്ങളെ അവഗണിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു. വയോജന ഗ്രാമസഭ കഴിഞ്ഞ ആഴ്ച ചേർന്നിരുന്നെങ്കിലും ക്വാറം തികയാത്തതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ചേർന്നത്. അകമ്പാടം വനിതാ ബാങ്ക് പരിസരത്ത് നടന്ന വയോജന ഗ്രാമസഭയിൽ പങ്കെടുത്തത് 100-ൽ താഴെ അംഗങ്ങൾ മാത്രമാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2000-ലേറെ വയോജനങ്ങളുള്ള പഞ്ചായത്തിലാണ് ക്വാറം തികയാത്തതിനെ തുടർന്ന് വീണ്ടും നടത്തിയ ഗ്രാമസഭയിലും അംഗങ്ങൾ പരിമിതമായത്. വയോജന ഗ്രാമസഭയിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ ഉൾപ്പെടെ പങ്കെടുത്തെങ്കിലും 4 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. 7 ഗ്രാമസഭകൾ ഇന്ന് നടക്കുന്നതിനാലാണ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പങ്കെടുക്കാത്തതെന്നാണ് അധികൃതരുടെ മറുപടി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഒരു ജീവനക്കാരനും എത്താത്തതിലും വയോജന ഗ്രാമസഭയിൽ രൂക്ഷ വിമർശനം ഉയർന്നു. പാശ്ചാത്തല വികസന മേഖലക്ക് 20% കൂടാൻ പാടില്ല. അത് പ്രത്യേകം പറയുന്നത് പാടില്ല. പാശ്ചാത്തല മേഖല റോഡുണ്ടാക്കാൻ പാടുണ്ടാക്കാൻ സൈഡ് കെട്ടാൻ ഇത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല. വനിതാ വികസനത്തിന് വേണ്ടി 10% കുറയാത്ത സംഖ്യ, വയോജനങ്ങൾക്ക് വേണ്ടി 5% കുറയാത്ത സംഖ്യ, കൂടുതൽ കുഴപ്പമില്ലല്ലോ. അപ്പം അതൊന്ന് കൂട്ടണം. ഈ പ്രാവശ്യം അതൊന്ന് കൂട്ടി ഇവിടെ ചേക്കു സൂചിപ്പിച്ചതുപോലെ എല്ലാ വാർഡിലും ഗ്രാമസഭ നടത്തുകയാണ് വേണ്ടത്. വയസ്സന്മാരെ അതിന് ഒരിക്കലും ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അങ്ങനെ വരാൻ വേണ്ടി കഴിയില്ല. വണ്ടിയും വാഹനമൊക്കെ വിളിച്ചാണ് വരാൻ കഴിയില്ല. അപ്പോൾ പഞ്ചായത്തിൽ ഒരു കേന്ദ്രത്തിലെങ്കിലും വയോജനങ്ങൾക്ക് ഇരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ, ഒരു വെള്ളം കുടിക്കാൻ, പച്ചവെള്ളം മതി, വെള്ളം കുടിക്കാനുള്ള സംവിധാനത്തെ സംബന്ധിച്ച് ഭരണസമിതി ആലോചിക്കണം. നിങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോകല്ലേ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയണോ ഞങ്ങൾ ഇന്നത് ചെയ്തു, ഇതെന്തോ ശരിയാണ് തന്നെ പോട്ടെ എന്താ നമ്മൾ പറയാം. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചു. ടൂറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു പറയാത്ത ഞാൻ ആവർത്തിക്കണില്ല വിസ്താരഭയത്താൽ. ഞാൻ കറുപ്പനും ടൂറ് പോകുകയാണെന്ന് നോക്കുക. ഞങ്ങൾ ഹോട്ടലിൽ കയറി ചായ കുടിച്ചാണ്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ മീൻ പൊരിച്ചത് വാങ്ങും. കറുപ്പൻ്റെ അടുത്ത് പൈസ ഇല്ല. അപ്പോ കറുപ്പൻ്റെ അടുത്ത് പൈസ ഇല്ല. കറുപ്പിന് മാനസികമായ ഉല്ലാസമാണ് ഉണ്ടാകുക അതോ മാനസികമായ വിഷമം ഉണ്ടാകുക? അപ്പോൾ ടൂറിന് നമ്മളെതിരല്ല കേട്ടോ. ടൂർ പോകണം, ഒരു ബസ് പോയാൽ പോരാ, പല ബസ്സുകൾ പോകണമെന്നുള്ള അഭിപ്രായം. പക്ഷെ അതിന്റെ ഫുൾ എമൗണ്ടുകളും പഞ്ചായത്ത് വലിയ ആർപ്പാടൊന്നും വേണ്ട, ബിരിയാണി കാര്യങ്ങളൊന്നും വേണ്ട, നിശ്ചയിച്ച ഭക്ഷണം വാങ്ങിക്കൊണ്ടിരിച്ചു കൊണ്ടുവരും. അപ്പോഴേ മാനസികമായ ഉല്ലാസം ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വയോജനങ്ങൾക്കായി 19 ലക്ഷം രൂപ നീക്കിവെച്ചതായി പഞ്ചായത്ത് അംഗങ്ങൾ അറിയിച്ചു. ഓരോ വകുപ്പിലും എത്ര ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് കണക്കില്ലെന്നായിരുന്നു മറുപടി. വയോജന ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് അംഗങ്ങളെ അറിയിക്കുന്നതിന് നോട്ടീസ് അടിച്ചോ എന്ന ചോദ്യത്തിനും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ മറുപടി നൽകിയില്ല. അകമ്പാടം മദ്രസയിലായിരുന്നു പഞ്ചായത്ത് അധികൃതർ വയോജന ഗ്രാമസഭ നടത്താൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവിടെ മുൻ നിശ്ചയപ്രകാരം വിവാഹ സൽക്കാരം നടക്കുന്നതിനാൽ ബാങ്ക് പരിസരത്തേക്ക് മാറ്റിയതിനെതിരെ അംഗങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. മദ്രസ അധികൃതരോട് ചോദിക്കാതെ പഞ്ചായത്ത് അധികൃതർ സ്വയം നടത്തിയ പ്രഖ്യാപനമായിരുന്നു വയോജന ഗ്രാമസഭ അകമ്പാടം മദ്രസയിൽ നടത്തുമെന്നത്. വയോജന ഗ്രാമസഭ വിളിച്ച ശേഷം യോഗത്തിൽ മറുപടി നൽകേണ്ട സെക്രട്ടറി ഉൾപ്പെടെ ഹാജരാവാതിരുന്നത് വയോജനങ്ങളോട് പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയാണെന്ന് വയോജന കൂട്ടായ്മ ഗ്രാൻമയുടെ ഭാരവാഹിയും പ്രഥമ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ PT ഉമ്മർ പറഞ്ഞു. വയോജന ഗ്രാമസഭ അതെല്ലാം ചട്ടപ്പടി നടക്കുന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഗൗരവത്തോടു കൂടി ഈ വിഷയം ചർച്ച ചെയ്തതിന് പങ്കാളികളാകേണ്ട വയോജനങ്ങളെ കൃത്യമായി വിവരം അറിയിച്ച് നടത്തുന്നതിന് പകരം അവ്യക്തമായ തീരുമാനങ്ങളും അവ്യക്തമായ സ്ഥലങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന സ്ഥിതിയിലാണ് ഗ്രാമസഭകൾ ഇന്നത്തെ നടക്കുന്നത്. ഈ ഗ്രാമസഭയിൽ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ വയോജനങ്ങൾക്ക് ആശ്വാസകരമല്ലാത്ത പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് പകരം അത് നല്ല രീതിയിൽ നടപ്പാക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്
അത് ഗൗരവമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് പങ്കെടുക്കുന്ന യോഗത്തിൽ സെക്രട്ടറി പങ്കെടുത്തിട്ടില്ല. സെക്രട്ടറി അല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു ഉദ്യോഗസ്ഥൻ എന്താണ് പ്രോഗ്രാം എന്താണെന്നുള്ള കാര്യം വിശദീകരിക്കുന്നതിന് വേണ്ടി അടക്കം പങ്കെടുത്തിട്ടില്ല. വലിയ രീതിയിൽ അവഗണിക്കപ്പെടുന്ന രീതിയിലാണ് ഈ നടത്തിയത്. ശരിക്കും ഇന്നത്തെ ഒരു യോഗം വയോജനങ്ങളെ അപമാനിക്കുന്നതിന് തീർച്ചയായിട്ടും വയോജനങ്ങളെ അപമാനിക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഇന്നത്തെ യോഗം തന്നെ സംഘടിപ്പിക്കുന്നത്. കാരണം സെക്രട്ടറി വേറെ വഴിക്ക് പോയിന്നവരുണ്ട്, അയാൾക്ക് കമ്മീഷൻ കിട്ടുന്ന ആൾക്കും വേറെ ഉണ്ടാകാം, അതിന് പോയില്ല. അല്ലാതെ ഈ വയോജന ഗ്രാമസഭയിൽ വന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന കാര്യം ശുഷ്കാന്തി കാണിച്ചില്ല. ചാലിയാർ പഞ്ചായത്ത് ഭരണസമിതിയിലെ 14 അംഗങ്ങൾ മനസ്സ് വെച്ചിരുന്നെങ്കിൽ വയോജന ഗ്രാമസഭയിലേക്ക് കൂടുതൽ അംഗങ്ങളെ എത്തിക്കാൻ കഴിയുമായിരുന്നു. ജനറൽ ഗ്രാമസഭകൾ നടക്കാത്ത ഒരു ദിവസമായിരുന്നു വയോജന ഗ്രാമസഭ വിളിച്ചു ചേർക്കേണ്ടിയിരുന്നത്. വയോജനങ്ങളെ ചേർത്ത് പിടിക്കാനും അവർക്കായി പ്രത്യേക ഗ്രാമസഭകൾ ചേർന്ന് ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവരാനും നടപ്പാക്കാനും സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുമ്പോഴാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങളുടെ പ്രശ്നത്തിൽ അലംഭാവം തുടരുന്നത്. വയോജനങ്ങൾക്കായി ഒരു പകൽ വീട് പോലും പഞ്ചായത്തിലില്ല. വയോജനങ്ങൾക്കായി സർക്കാർ നൽകുന്ന ഫണ്ടിൽ 5% കുറയാതെ നീക്കിവെക്കണമെന്നതും നിബന്ധനയുണ്ട്. A+ വിഷൻ, ചാലിയാർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1 VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.